തരമാറ്റിലാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടാതെ തന്നെ ദേവയാനിയൊക്കെ നമ്മുടെ നവ്യയുടെ നല്ല പ്രവൃത്തി, നവ്യയാണ് എല്ലാ കാര്യവും ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്, എന്തായാലും നവ്യമോള് കൊള്ളാം, നവ്യമോള് മിടുക്കിയാണ്, അവളെ എങ്ങനെയാണോ കബളിപ്പിച്ചത് അതേ രീതിയിൽ തന്നെയാണ്, അതേ നാണയത്തിൽ തന്നെയാണ് അവൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇവിടെ ദേവയാനിയാണെങ്കിൽ അഭിയെ ഉപേക്ഷിക്കാനായിട്ട് പറയുകയാണ് പ്രേക്ഷകരെ. അതായത് അഭി എന്നൊരു ദുഷ്ടൻ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി നിൻ്റെ കുഞ്ഞിന് ഒരു കുറവോ കാര്യങ്ങളോ ഈ വീട്ടിലുള്ളവർ വരുത്തില്ല എന്ന് പറയുന്നു. നിൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരുപാട് പേർ ഈ വീട്ടിലുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട നവ്യയാണെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് നവ്യ ശപഥം ചെയ്യുന്നതും കാണാൻ കഴിയും.